പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ഈ യുഎക്കകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, നിരവധി ഭക്തിഗാനങ്ങളിലൂടെ, കവിതകളിലൂടെ ക്രിസ്തീയ ശ്രോതാക്കളുടെയും ക്രിസ്തീയ ജനങ്ങളുടെയും മുന്നിൽ അറിയപ്പെടുന്ന ശ്രീ പോൾസൺ പൗരറ്റ്. അദ്ദേഹത്തിന്റെ കവിതകൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് യുഎക്കകത്തുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. അത് ജോലി കിട്ടുക എന്നുള്ളതിന് ഉപരി ഞാൻ കാണുന്നത് മനസ്സിലെ ഒരു ധൈര്യം. കാരണം മനസ്സ് തകർന്നു കഴിഞ്ഞാൽ, പതറിക്കഴിഞ്ഞാൽ മനുഷ്യൻ 10 കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് എന്റെ ജോലി നഷ്ടപ്പെട്ട എന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. എന്റെ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വീട് പണി തുടങ്ങിയിട്ട് 1-2 മാസത്തിനുള്ളിൽ എന്റെ ജോലി നഷ്ടപ്പെടുമ്പോ ആരായാലും തകർന്നു പോകും. പലരും എന്നെ നിരുത്സാഹപ്പെടുത്താൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ പോയി നിന്റെ ദൈവം എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എന്റെ ദൈവം എന്റെ കൂടെ തന്നെയുണ്ട്. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ചേച്ചി എനിക്ക് കഥ പറയുന്നത്. എന്ത് കഥയാ വേണ്ടത്? ശരി, ഞാൻ ഗബ്രിയേൽ മാലാഖ മാതാവിന് പ്രത്യക്ഷപ്പെട്ട കഥ ഞാൻ പറയാം. ഒരു ദിവസം മറിയം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഗബ്രിയേൽ എന്ന ദൈവദൂതനായ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു.